ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്. കൊല്ലില്ല റാണി. വെള്ളമടിക്കുന്നു മരിക്കുന്നു. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം. കാച്ചവകള് എവിടെ ഒന്ന് അങ്ങാട് പിടിച്ച ഇങ്ങാടു. ഈ മുതലാളിമാരും മദ്യം ഒരുപോലെയാണ്. മനുഷ്യനെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. ലാസ്റ്റ് ബസ് പോയാ? ലാസ്റ്റ് ബസ് ഒരെണ്ണം പോയി. പേടിക്കണ്ട, ലാസ്റ്റ് ബസ് ഇടക്കിടക്കുണ്ട്. ഞാൻ സഹായിക്കണോ? വിരോധമില്ലെങ്കിൽ ഒന്ന് പിടിച്ചോ. ശരി. താനും പിച്ചാണല്ലേ? താനി ചോവറ. ഞാനാ അടുത്ത ലാസ്റ്റ് ബസ് വന്ന്. വണ്ടിക്ക് ടാറ്റ കൊടുക്കണം. മാറിക്കങ്ങട് വണ്ടിക്ക് അടവയ്ക്കാതെ. നിർത്തടാ. ഇവിടെ കൈയടിച്ച അവിടെ കൊണ്ട് ആൾക്കാരത്. വാ, വണ്ടി വന്ന്. റാണി മോളെ ചേട്ടോ പോരുന്നുണ്ടോ? ഇയാള് വെറുതെ കൈ കാണിച്ചത് ഞാൻ, കയറ്റിക്കൊണ്ടുപോയത് വേറെ ഒരുത്തന്. മണ്ടന്മാര് റാണി പിടി. അടുത്ത ലാസ്റ്റ് ബസ് വരുമ്പോ പോകാത്ത. വണ്ടി വന്നിട്ട് റാണി. ആള് കയറാണ്ട്, ആള് കയറാണ്ട്. നിർത്ത്. ഇനി എവിടെ നിർത്താൻ പോണെന്ന് എനിക്കറിയാം. പ്രൈവറ്റ് ബസ്. ഇയാളെന്തുട്ടി കാണിക്കണത്? കൈ കാണിച്ച് കളിയാക്കണ. വെള്ളമടിച്ച വയറ്റി കിടക്കണം. കള്ളൂടിയ. ഇതാണ്. അവിടെ കൈ കാണിച്ചാൽ ഇവിടെ നിർത്തും. ഇവിടെ വന്ന് നിന്നാ വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് കുറ്റം കള്ളിന്. ചീറ്റനണ്ടല്ല. പാമ്പാണാ? ഹലോ, ഈ പാമ്പായിരുന്ന? നീ ഇതുവരെ പോയില്ലേ? എങ്ങനെ പോകാനാണ്? ഞാൻ തന്നെ കാത്തിരിക്കലായിരുന്ന. 10 മണിക്ക് വരുമെന്ന് മുതലാളി പറഞ്ഞു. 10 ആയിട്ടില്ല, 3:30 ആയിട്ടുള്ളൂ. ഓ അതല്ല, രാത്രി 10 മണിക്ക് വരുമെന്നും പറഞ്ഞ് ബോറടിച്ച് ഞാൻ കള്ളു കുടിച്ചു. ഹലോ, ഓട്ടോ ഇപ്പൊ പോവോ? എവിടെ പോവാനാ? ഈ പാതിരാത്രി ഓട്ടോ വിളിച്ചത് ആരവിടെ പോവാണ്? എനിക്ക് ഗേറ്റ് എടുക്കാൻ പോണം. ഗേറ്റ് എടുക്കാൻ ഓട്ടോ വിളിച്ചാണ് അവിടെ പോണത്. നടന്നു പോയി എടുക്കണോ? മുതലാളി വാ. എന്താടാ നട്ടപ്പാതിരൊക്കെ ഒരു മീറ്റിംഗ്? ഇവരിപ്പോ വന്നോളൂ മുതലാളി. വന്നത് ഞാൻ കണ്ടില്ലേ. എന്താടാ ഇത്? റാണിക ബിയർ. രാത്രി ഭാസ്കര മുതലാളി വിളിച്ചു പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. നല്ല മനോവിഷമുണ്ട് മുതലാളിക്ക്. എന്നാ കൊണ്ടുപോയി കൊടു. പിന്നെ വണ്ടി കഴുകി റെഡിയാക്കിയിട്. രാവിലെ ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോകാനുള്ളതാ. ഇതെന്തിനാ എന്നെ തന്നത്? വണ്ടി കഴുകാൻ. വണ്ടി രാവിലെ കഴിയാൻ പോയി. ഞാൻ ആദ്യം ചെന്ന് ഓട്ടോ പറഞ്ഞു വിടാൻ നോക്കും. മുതലാളി, ഓട്ടോ കൊടുക്കാൻ പൈസ ഇല്ല. എടോ കിടക്കപ്പള്ളേ, ആ ഓട്ടോയുടെ കാശ് കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. ശരി മുതലാളി വാ. ഈ ഓട്ടോക്കാരന് 100 രൂപ കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടോ, തന്റെ ഓട്ടോ കാശ് ബാക്കി വെച്ചോ. 100 രൂപ? പിന്നെ 6000 രൂപ. എന്തോ 6000? താനെന്താണോ ഈ ഓട്ടോ വില കൊടുത്ത് മേടിച്ചാ? ഞാൻ വാങ്ങിച്ച ഓട്ടോ കൂലി എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാൻ 6000 രൂപ. എറണാകുളം സ്റ്റാൻഡിൽ നിന്നല്ല, കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച വണ്ടിയാ. കോഴിക്കോടുന്നാ? എടോ, കോഴിക്കോടുന്ന് ആരെങ്കിലും ഓട്ടോ വിളിച്ച് ഇവിടെ വരുവോ? ഞാൻ വന്നില്ലേ. ഓ, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. ഗ്യാപ്പ് കിട്ടണ്ടേ? ബാക്കിലിരുന്ന് എന്തൊരു തെറിയായിരുന്നു. എന്തിനാണോ പാവത്തിന് തെറി പറഞ്ഞത്? എന്നല്ല, ഏതോ ഒരു വിക്രമനാ. തനിക്കാൻ വെച്ചിട്ടുണ്ടാ വിക്രമൻ. ഇന്നലെ വരെ. ഇന്ന് മാറി. വാഴൂർ ജോസ്. കുഴപ്പമൊന്നുമില്ല. അപ്പോഴും കണക്ക് ശരിയായിട്ടില്ല. കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരാൻ 200 കിലോമീറ്റർ, 3000 രൂപ. ബാക്കി 3000ന്റെ കണക്കെന്താ? എനിക്ക് തിരിച്ചു കോഴിക്കോടേക്ക് പോകണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ലടോ. അത് ശരിയാവില്ല. ഞാൻ മുതലാളിയോട് പറഞ്ഞോളാം. മുതലാളി 6000 രൂപയല്ലേ? അതിന് മൊണതാലി എന്ന് വിളിക്കുന്നതിനാണ്. 6000 തികച്ചുണ്ട്. ഞാനും വണ്ട് കോഴിക്കോട്. അതെന്തിനാ? എടോ, വണ്ടി എന്തായാലും കാലിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലേ. അങ്ങനെ ചുമ്മാ കൊണ്ട് നമ്മുടെ 3000 രൂപ തിന്നണ്ട. വന്ന് വണ്ടി കയറാ. ഓ, എന്താ കഴിഞ്ഞില്ലടാ? കഴിഞ്ഞു മുതലാളി. 3000 കൊണ്ട് തിന്നോട്ടാ. എടോ സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടച്ചേ. താനെന്താണ് മണിയടിച്ചോണ്ട് ഓടുന്നത്? ഹലോ, നീ പുറപ്പെട്ടോ? യെസ്, ഇപ്പൊ പമ്പില. സ്റ്റെൻസ്ലാവോസ് ചേട്ടൻ ഫ്യൂവൽ ഫിൽ ചെയ്യാ. അപ്പൊ പപ്പയെ കൂട്ടാതെയാണോ നീ പോണേ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പപ്പയെ ഹേർട്ട് ചെയ്യരുതെന്ന്. പപ്പയുടെ കൂടെ പോകാവൂന്ന്. പപ്പയുടെ കൂടെ തന്നെയാ പോന്നെ. ശരിക്കും? പാവം, നീ അത്രയ്ക്ക് ഹേർട്ട് ചെയ്തിട്ടും പപ്പ വന്നല്ലോ. അതാണ് നിന്റെ പപ്പയുടെ ഗ്രേറ്റ്നെസ്. ദേ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഇല്ലെങ്കിൽ ആരാ എന്ത് എവിടെ നിന്ന് ചോദിച്ചോണ്ടിരിക്കും. ബൈ. വണ്ടി ഞാൻ ഓടിച്ചോട്ടെ? അതിന് പരിപാടി ഇന്നാണ്, അടുത്ത ആഴ്ചയല്ല. പുറകെ കയറിയാ മതി.
ഹലോ വിക്രമ. മുതലാളി ആ രാജപ്പൻ പിന്നെ കാല് മാറിയിട്ടാ മംഗലാപുരത്തുള്ള ഏതോ ഒരു വരുത്തനവൻ കച്ചവടം ഉറപ്പിച്ചെന്ന്. ആ റസാഖില്ലേ അവിടെ? മുതലാളി ഒരു 5 പേരെ കൊണ്ട് വന്നാ മതി. അതല്ല 5 മിനിറ്റത്തെ കാര്യമുള്ളൂ വരാൻ പറയാൻ. സോറി, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഇവിടം വരെ ഒന്ന് വന്നാ മതി. മുതലാളിയെ കണ്ട് ഉമ്മാരി ചെതറിക്കോളും. എടാ പറഞ്ഞാ മനസ്സിലാവൂലേ? ഞാൻ ആദ്യം അങ്ങോട്ട് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് കഴിഞ്ഞിട്ട് മുതലാളി തിരുവനന്തപുരത്തേക്ക് പൊയ്ക്കോ. മുതലാളി വന്നൊന്ന് സ്റ്റാർട്ട് ഇട്ട് തന്നാ മതി, ബാക്കി റസാക്ക് ഫിനിഷ് ചെയ്തോളൂ. ഞാൻ ഒറ്റയ്ക്കോ? മുതലാളി ഒരു ഐഡിയ. ആദ്യം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം. അതിൽ ഇന്നലെ തിരുവനന്തപുരത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്ക് അവിടെ വരുന്നു പോയിട്ട്. പപ്പ നമുക്ക് 6 മണിക്ക് എത്താനുള്ളതാ. അതൊക്കെ എത്താടാ. ശ്ശോ. ആ ഇനി കാര്യങ്ങളൊക്കെ നീ വണ്ടിയിൽ തന്നെ ഇരുന്നാ മതി, ഞാനിപ്പോ വരാം. പപ്പ നമ്മൾ സമയത്തിനെത്തില്ലേ? പിന്നെ എന്താതെ, നീ വാച്ച് നോക്കിയിരുന്നോ? 10 മിനിറ്റ് കഴിയുമ്പോ നമ്മൾ പുറപ്പെട്ടിരിക്കും. ഭാസ്കർ മോലാലി, ആക്ച്വലി സ്ഥലം നമ്മളാണ് ആദ്യം നോക്കി വെച്ചത്. നിങ്ങൾ നോക്കി വെച്ചെങ്കിൽ അത് അപ്പൊ ഉറപ്പിക്കണമായിരുന്നു. വേറെ ആൾ അഡ്വാൻസ് കൊടുത്തിന് മോളിൽ കൂടെ കൊടുക്കല്ലേ വേണ്ടത്. അവര് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന മുതലാളി. മംഗലാപുരം ഞങ്ങൾ വന്നതേ ഈ സ്ഥലം മേടിക്കാൻ കൊടുക്കാനാ. ആ താൻ മേടിക്കും, ഞാൻ കൊടുക്കുകയും ചെയ്യും. പേടിപ്പിക്കല്ലേ? പേടിപ്പിച്ച എന്ത് ചെയ്യണം? ഹലോ, എവിടെ എത്തി? ഞങ്ങളിപ്പോ പപ്പന്റെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി വന്നിരിക്കാം. ഇതിനിടയ്ക്ക് എന്ത് ബിസിനസ് ഡീൽ? അടികൊടുക്കല് തന്നെ, അതല്ലേ പപ്പയുടെ മെയിൻ ബിസിനസ്. എന്നിട്ട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു പോയതാ, ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. ആ ബിസിനസ് തുടങ്ങി, ഇനി 10 മിനിറ്റിനുള്ളിൽ തീരും. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ചെറ്റ. നീ ഇനി സ്ഥലക്കച്ചവടം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. എടാ മാറ. മാറാൻ കൊടു.